മക്കളെ, ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടാൻ പോകത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാരണങ്ങൾ എടുത്ത് പറയാൻ പറ്റും. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലപ്പത്തിരിക്കുന്നവന്മാർ, പിന്നെ ഭരണകർത്താക്കൾ, പിന്നെ നമ്മുടെ റഫറിങ് സംവിധാനം, അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിനെ നശിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺസിനെയും പിന്നെ പേഴ്സൺ വിത്ത് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള, അതായത് OCI PAO പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇവന്മാർ കാണിക്കുന്ന ഒരു പിഴച്ച നയം, അതാണ് ഇന്ത്യൻ ഫുട്ബോൾ നശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഷാൻ ഹണ്ടൽ എന്ന് പറയുന്നൊരു താരം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കാനുള്ള തൻ്റെ അഭിപ്രായം ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായിട്ടും രഹസ്യമായിട്ടും പരോക്ഷമായിട്ടും എല്ലാം പറയുന്നുണ്ട്. പക്ഷേ അങ്ങേരെ ഇന്ത്യൻ പാസ്പോർട്ട് കൊടുത്ത് ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിപ്പിക്കുന്നതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് ചിന്തിക്കാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ഏതെങ്കിലും നാറിയെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവന്മാർക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്താവശ്യമാണ് ഉള്ളത്? അവിടുന്ന് ഇവിടുന്നൊക്കെ ചൊറിഞ്ഞ് ഫണ്ട് കട്ട് തിന്ന് മീറ്റിംഗ് നടക്കുന്നുണ്ട്. കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങ് നടത്തി കളയാന്നുള്ളതാണ്. ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺസിനെ ഇന്ത്യൻ പൗരത്വം കൊടുത്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു ടാസ്ക് അത്ര വലിയൊരു ഹിമാലയൻ ടാസ്കായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളുടെ ഫെഡറേഷൻ ഇവിടുത്തെ ലീഗിൽ കുറച്ച് നയപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ കാര്യങ്ങൾ നടക്കും. സിംപ്ലി ഒരു സജഷനാണ്, ഓവർസീസ് ഇന്ത്യൻ സിറ്റിസണിന് വേണ്ടിയിട്ട് ഒരു കോട്ട ഫിക്സ് ചെയ്താൽ എത്രമാത്രം നന്നായിരിക്കും. അതായത് ഫോറിൻ പ്ലേയേഴ്സിന് സെറ്റ് ചെയ്തിരിക്കുന്ന കോട്ട പോലെ തന്നെ ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള പ്ലേയേഴ്സിന് ഒരു റിലാക്സേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ആ റിലാക്സേഷൻ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ISL ക്ലബ്ബുകളിലേക്ക് സൈൻ ചെയ്യാൻ പറ്റും. ഒരു സാലറി എക്സ്പെക്റ്റേഷൻ കിടിലമായിട്ട് കിട്ടും. അതിനകത്ത് യാതൊരു സംശയമില്ല. അവർക്ക് ISL വന്നു കഴിഞ്ഞാൽ സാലറി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ളത് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവർ ഏത് സിസ്റ്റത്തിലായി കഴിഞ്ഞാൽ റിലാക്സേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ഇവിടെ ഇന്ത്യൻ പ്ലേയേഴ്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ ഹ്യൂമങ്ങാസാണ്. ഇഷ്ടംപോലെ സാലറി അവന്മാർ വാങ്ങിക്കുന്നുണ്ട്. ഡിസർവ് ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള പൈസ ഇന്ത്യൻ പ്ലേയേഴ്സ് വാങ്ങിക്കുന്നുണ്ട്. മോഹൻ ബഗാനാണ് ട്രെൻഡ് കൊടുത്തത് എന്നുള്ളത് സത്യമാണ്. വിദേശ താരങ്ങളോടൊപ്പം തന്നെ പ്രതിഫലം വാങ്ങിക്കുന്ന ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് ഇവിടെ ഉള്ളപ്പോൾ ഓവർസീസ് ഇന്ത്യൻ പ്ലേയേഴ്സിന് ഒരു റിലാക്സേഷൻ കൊടുത്ത് അവരെ ഇന്ത്യൻ പ്ലേയേഴ്സായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്ന ഒരു നയം തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സാലറി എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റും. അവർ കുറേ കാലം ഇന്ത്യയിൽ കഴിയുകയും ചെയ്യും. സിംപ്ലി നമുക്ക് ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് അവരെ തിരികെ കയറ്റാനും പറ്റും. ഇത്ര മനോഹരമായിട്ടുള്ള അവസരം ഇവിടെ കിടപ്പാണ്. ഷാൻ ഹണ്ടൽ പലപ്പോഴും ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കാനുള്ള അവസരം അങ്ങേരെ പറഞ്ഞിട്ടും ഇവിടുത്തെ അധികൃതർ കാര്യമായിട്ടൊരു ഡിസിഷൻ എടുക്കാത്തതുകൊണ്ടുള്ളൊരു സജഷൻ ഞാൻ പറയുന്നതല്ല. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു കിടിലൻ എഡിറ്റിംഗ് യൂണിറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വേൾഡ് കപ്പ് ഒക്കെ വരുമ്പം കാര്യങ്ങൾ നിർത്തി കത്തിക്കാം. എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവന്മാർ നമുക്ക് ഒരു പ്രൊഡക്ഷൻ ഹൗസ് തന്നെ ഉണ്ടാക്കാം.